Hello everyone, welcome back to Silent Learning. It's me, Jamshad. Today we are going to learn the poetic devices. Actually, നമ്മുടെ ചാപ്റ്ററുകളിൽ നമ്മുടെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ധാരാളം poetic devices ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയണം ഇത്രയും poetic devices actually നിലവിലുണ്ട്. ഇത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you guys have to comment which poetic devices you need after this class. ക്ലാസ് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു poetic device ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്താക്കണം ജസ്റ്റ് പറഞ്ഞു തരണം. ഓക്കെ, സെറ്റ് ആക്കണം, കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. യെസ്, ഇത്രയും poetic device ഉണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന poetic devices ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടോ, alliteration. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് alliteration. നമ്മൾ പൊതുവെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് alliteration? Alliteration is when two or more words begin with സെയിം സൗണ്ട്. രണ്ടിലധികമോ വേർഡ് ആ ഒരു സെയിം സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സെയിം സൗണ്ട് ആണ്. സ്പെല്ലിംഗ് അല്ല പറഞ്ഞത്, സെയിം സൗണ്ട് ആണ്. ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ഫ്ലവേഴ്സ്. Fa sound is repeating. Yes, okay. Fa sound is repeating. Green grass grew on the sidewalks. Okay, അവിടെ green grass sound is repeating. ഇങ്ങനെയുള്ള വാക്കുകൾക്കാണ് ആക്ച്വലി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സൗണ്ടിനാണ് പറയുന്നത് alliteration. This is actually one of the most important poetic devices. Okay, ഏതായാലും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുത്തുള്ളത്. നെക്സ്റ്റ് വൺ നോക്കിക്കോ, personification. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്, സെറ്റ് ആക്കുക. ഓക്കെ, personification. എന്താണ് personification? Personification is when something is described as if it is person. ഒരു വ്യക്തിയെ പോലെ ഒരു വ്യക്തി അല്ലാത്ത വസ്തുവിനെ എന്താക്കുക, പരിഗണിക്കുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. മനുഷ്യന്റെ ആ ഒരു ആട്രിബ്യൂട്ട്സ്, മനുഷ്യന്റെ ആ ഒരു സ്വഭാവങ്ങൾ, മനുഷ്യന് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, മനുഷ്യനല്ലാത്ത വസ്തുവിന് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, പെർസോണിഫിക്കേഷൻ. എക്സാമ്പിൾ കണ്ടോ, ദ ട്രീ ഡാൻസ്ഡ് പ്ലേഫുള്ളി ഇൻ ദ റെയിൻ. മഴയത്ത് ആ മരങ്ങളൊക്കെ ഡാൻസ് ചെയ്തു. മഴയത്ത് മരങ്ങൾ ഡാൻസ് ചെയ്തു. മരം ഡാൻസ് ചെയ്യോ? പിന്നെ മരത്തിന് ഈ ഡാൻസ് ചെയ്യലാണുള്ള പണി അല്ലേ? പക്ഷെ ആക്ച്വലി മനുഷ്യനൊക്കെയാണ് ഡാൻസ് ചെയ്യാറുള്ളത്. അപ്പൊ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ എന്താക്കി, ട്രീക്ക് കൊടുത്തു. ഫോർ എക്സാമ്പിൾ, മൈ ഫോൺ ഇസ് ഡെഡ്. എൻ്റെ ഫോൺ ചത്തു അല്ലെങ്കിൽ മരിച്ചു അല്ലേ? ഓക്കെ, എൻ്റെ ഫോൺ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഫോൺ മരിക്കോ? നോ, ഫോൺ മരിക്കില്ലല്ലോ. അപ്പോൾ ഫോണിന് മനുഷ്യന്റെ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തതാണ്. അതിനാണ് പറയുന്നത് പെർസോണിഫിക്കേഷൻ. ദ ഫ്ലവേഴ്സ് വർ ബെഗിങ് ഫോർ വാട്ടർ. ജലത്തിന് വേണ്ടിയിട്ട്, വെള്ളത്തിന് വേണ്ടിയിട്ട് ആ ഫ്ലവേഴ്സ് ഒക്കെ, ആ പൂക്കളൊക്കെ യാചിക്കുകയായിരുന്നു. പിന്നെ പൂക്കൾ യാചിക്കോ? ആക്ച്വലി ഉദ്ദേശം എന്താണ്, അവർ അത്രയും തേഴ്സ്റ്റ് ആണ്, അത്രയും ദാഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതുപോലത്തെ പെർസോണിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഐ ഹോപ്പ് സോ. ഓക്കെ, നെക്സ്റ്റ് വൺ സിമിലി ആണ്. സിമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലിയും മെറ്റഫറും ഏകദേശം സെയിം ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് ഡിസ്ക്രൈബിങ് സംതിങ് ബൈ സെയിങ് ഇറ്റ്സ് ലൈക്ക് സംതിങ് എൽസ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പോലെയാണെന്ന് പറയാം. ഓക്കെ, അത് തന്നെയാണ് മെറ്റഫറും, പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതടുത്ത് പറയുന്നുണ്ട്. ഏതായാലും ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പോലെയാണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് സിമിലി. എന്താ നോക്കാം. ഇത് പൊതുവെ ലൈക്കും ആസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താവാറുള്ളത്, കാണാറുള്ളത്. സിമിലി യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായാലും ലൈക്കോ ആസോ ഉണ്ടായിരിക്കും. നോക്കാം. ദ ഗേൾ ക്രാപ്ഡ് അപ്പ് ആസ് ക്വയറ്റ്ലി ആസ് മൗസ്. എലി ഇഴയുന്നത് പോലെയാണ് ആ പെൺകുട്ടി ഇഴഞ്ഞത്. എന്തുപോലെ? അവള് ആ ഒരു ക്രീപ്പിംഗ്, ആ ഒരു ഇഴയലിനെ എന്തിനോട് കമ്പയർ ചെയ്തു? എലി. പതുക്കെ എലി ഇങ്ങനെ ക്രീപ്പ് ചെയ്യുന്നത് പോലെ, മീൻസ് ആ ഒരു ഇഴയുന്നത് പോലെയാണ് അതിനോട് കമ്പയർ ചെയ്തു. ലവ് ഈസ് ലൈക്ക് എ ബാറ്റിൽ ഫീൽഡ്. പ്രേമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് യുദ്ധഭൂമി പോലെയാണ്. യുദ്ധഭൂമിയെയും അതുപോലെ തന്നെ ലവിനെയും കമ്പയർ ചെയ്തു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഈസ് ലൈക്ക് എ ലയൺ. അവനൊരു ലയണിനെ പോലെയാണ്. അവൻ അത്രയും കറേജിയസ് ആണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഹി ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയാൻ പറ്റും. അതിനാണ് സിമിലി എന്ന് പറയാം. ഓക്കെ, ഇനി മെറ്റഫർ നോക്കാം. യെസ്, മെറ്റഫർ എന്ന് പറയുന്ന സമയത്ത് മെറ്റഫർ ഡിസ്ക്രൈബ് സംതിങ് ബൈ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് എൽസ്. ഒരു വസ്തു മറ്റൊരു വസ്തുവാണ്. അത് ഇതിവിടെ നമ്മൾ പറഞ്ഞ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പോലെയാണെന്നല്ലേ. ഇതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവാണ്. നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് പറയാം. നേരത്തെ പറഞ്ഞത് ഹി ഈസ് ലൈക്ക് എ ലയൺ, ഒരു ലയണിനെ പോലെയാണ്. ഇവിടെ നമ്മൾ പറയുന്നു ഹി ഈസ് എ ലയൺ, അവനാണ് ലയൺ. അത്രയും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കമ്പാരിസൺ ആണ് നമ്മുടെ മെറ്റഫറിൽ വരുന്നത്. കണ്ടോ, they never use like or as. അവിടെ ലൈക്കും ആസ് ഉണ്ടാവില്ല, പോലെ എന്ന് പറയില്ല, ഡയറക്റ്റ് കമ്പാരിസൺ ആയിരിക്കും. Dylan
ഈസ് എ പിഗ് വെൻ ഹി ഈസ്. അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഈ പിഗ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ല, നല്ല പിന്നെ ഭയങ്കര ആർത്തിയോടെ കഴിക്കുന്ന ഒരു ജീവിയാണ് ആക്ച്വലി പിഗ് എന്ന് പറയുന്നത്. ധാരാളം ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പോൾ ഡൈലൻ എന്ന് പറയുന്ന ഈ ഒരു ചങ്ങായി എന്താണ്, ഭയങ്കര ഫുഡ് അഡിക്റ്റ് ആണ്. അപ്പോൾ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാണ്, അവന് പന്നി ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് അവന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാം. അവൻ പോലെയെന്നല്ല, പന്നിയാണ് എന്ന് പറയുന്നത്. ഹി ഈസ് എ പിഗ് വെൻ ഹി ഈസ്. അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ പന്നിയാണ്. വല്ലാതെ അങ്ങ് ആക്കി പോയില്ലേ. വാരെവർ. ഷീ ഈസ് എൻ ഏഞ്ചൽ. അവൾ ഇതിങ്ങനെ പോസിറ്റീവ് ഉണ്ട്. ഷീ ഈസ് എൻ ഏഞ്ചൽ. അവളൊരു മാലയാകാണ്. അവൾ മാലാഖയാണോ? അല്ല, അവൾ മാലാഖയോട് കമ്പയർ ചെയ്തതാണ്. ആക്ച്വലി ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ എന്ന് പറയുന്ന സമയത്ത് അത് സിമിലിയായി. ഇവിടെ ഷീ ഈസ് എൻ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ അത് മെറ്റഫറായി. മറ്റൊരു സാധനം, യെസ് ഒരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി നമ്മുടെ നിഞ്ച ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ആ ബാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ അറിഞ്ഞതായിരിക്കും മറ്റ് വീഡിയോകളിലൊക്കെ. അതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു വർഷത്തേക്കാണ് 2,999 എന്ന് പറയുന്ന ഒരു മാജിക് പ്രൈസിലാണ്. ഏതൊരു ആൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസിന് നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കോൺടാക്ട് ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മൾ പെട്ടെന്ന് തന്നെ എന്താക്കുക, കോൺടാക്ട് ചെയ്യുക, നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ വെൽ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒക്കെ സെറ്റാണ്, പവറാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പവറാക്കാം. യെസ്, നെക്സ്റ്റ് വൺ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ, ഹൈപ്പർബോളി. എന്താണ് ഹൈപ്പർബോളി? ഓക്കെ, ഹൈപ്പർബോളി ഓൾസോ ആസ് എക്സാജറേഷൻ. എക്സാജറേഷൻ എന്ന് മറ്റൊരു വേർഡ് ഉണ്ട്. ഇതെന്തായാലും ഓവറാക്കി പറയല്ലേ, ഓവറാക്കി പറയാം. അതിനാണ് ഇസ് വെൻ ആൻ അൺറിയലിസ്റ്റിക് കമ്പാരിസൺ. ഒരു യാഥാർത്ഥ്യമല്ലാത്ത കമ്പാരിസൺ, ഒരിക്കലും യാഥാർത്ഥമാവാൻ സാധ്യതയില്ലാത്ത ഒരു താരതമ്യപ്പെടുത്തലിനാണ് എന്ത് പറയാം, ഹൈപ്പർബോളി എന്ന് പറയുക. ഓവറാക്കി പറയാം. അതായത് നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ആ സാധനം അവിടെ നിന്ന് എടുക്കരുത്. ഒരു എക്സാമ്പിൾ, അവിടെ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, 1-2 വട്ടം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 10 വട്ടമൊക്കെ മാക്സിമം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പറയുന്നത് എന്താണ്, നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ആ സാധനം എടുത്തുകൊണ്ടുപോയ, ചാർജർ എടുത്തുകൊണ്ടുപോയാൽ തിരിച്ചു വെക്കണം. ഒരു എക്സാമ്പിൾ. ഓക്കെ, 1000 വട്ടം എന്നുള്ളത് അതിനാണ് ഹൈപ്പർബോളി എന്ന് പറയാം. ഐ വിൽ ഡൈ ഇഫ് ഷീ ആസ്ക്സ് മീ ടു പെർഫോം. ഇന്നോട് ആ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മരിക്കും കേട്ടോ. ഞാൻ മരിച്ചാണ്. ശരിക്കും മരിക്കുന്നതാണോ? അതായത് എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയാണ്. ഓക്കെ, ഹിസ് ബ്രെയിൻ ഇസ് സൈസ് ഓഫ് പി. അവൻ്റെ ചെറുപയറിൻ്റെ മണിയില്ലേ, അത്രയുള്ള അവൻ്റെ ബ്രെയിന് അത്രയും ചെറുതാണെന്നാണ് പറയുന്നത്. അതായത് ആക്ച്വലി അവൻ ഫൂളാന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സംഭവമാണ്, ഒരു ടേമാണ്. ഹൈപ്പർബോളിയാണ് ഇവിടെ യൂസ് ചെയ്തത്. അവൻ്റെ ഒരു ബ്രെയിന് എന്താണ്, കടുക് മണിൻ്റെ അത്രേ ഉള്ളൂ എന്നൊക്കെ പറയും പോലെ, പയർമണി പോലെ അവൻ്റെ ബുദ്ധിയുള്ളൂ. ശരിക്കും അങ്ങനെയാണോ? അല്ല, അവൻ്റെ ബ്രെയിന് അത്രയും ചെറുതാണ്. നല്ല ഉദ്ദേശം, അവനെ ഫൂളാണ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഭവമാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആനവറ്റപ്പോയി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുന്ന സമയത്ത് മായാവി ലുട്ടാപ്പിയെ തോക്കെടുത്ത് വെടിവെച്ചു, ടേ 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 3 സൗണ്ട് അങ്ങോട്ട് ഇടും. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ആനവറ്റപ്പോയി ഈസ് വെൻ വേർഡ് സൗണ്ട് ലൈക്ക് ദ നോയ്സ്. ആ നോയ്സ് പോലെ നമ്മൾ ലെറ്റർ എഴുതുകയാണെങ്കിൽ ആ വേർഡ്സ് നോയ്സ് പോലെ എഴുതുക. ഫോർ എക്സാമ്പിൾ കണ്ടോ, ദ കാർ സ്ക്രീച്ച്ഡ് ടു ഹാൾട്ട്. സ്ക്രീച്ച്ഡ് ഹാൾട്ട്, നിർത്തുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രീച്ച് നിരങ്ങി കൊണ്ട് നിർത്തൂലേ, എന്നാണ് സ്ക്രീച്ച് പറയാം. ക്രഞ്ച് വെൻ ദ ലീവ്സ്. ക്രഞ്ച്, ലീവ്സ് ഒക്കെ ഇങ്ങനെ ക്രഞ്ചായി പോലെ, അതിന് ആ ഒരു സൗണ്ട് തന്നെ ഉണ്ടാക്കണം. ദ കാർ സ്മാഷ്ഡ് ഇൻ ടു ഈച്ച് അതർ. 2 കാറുകൾ പരസ്പരം സ്മാഷ്ഡ്. പിന്നെ വെള്ളമൊക്കെ ചാടുന്ന സമയത്ത് സ്പ്ലാഷിങ് സൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നതിന് നേരത്തെ പറഞ്ഞ ടേ 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 സൗണ്ടില്ലേ, ആ ഒരു സൗണ്ടും എന്താണ് ഓണമറ്റ എന്ന് പറയാം. ഓണമറ്റപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ. ഓക്കെ, അതുപോലത്തെ വേർഡുകൾക്കാണ് ഓണമറ്റപ്പോയി നേരം. ആക്ച്വലി ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ നമുക്ക് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്നേ ഉള്ളൂ. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന മറ്റ് പലതും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയുക. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ എന്താക്കും, സെക്കൻഡ് വീഡിയോ വരുന്നതായിരിക്കും. സോ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ കമൻറ്റ് ബോക്സ്. സോ മറക്കരുത്, സെറ്റാക്കുക, പവറാക്കുക. താങ്ക് യു. നമ്മുടെ ലൈവ് സെഷൻ്റെ ഒക്കെ സ്ലൈഡുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ഫ്രീ നോട്ട്സ് കിട്ടും. So thank you. Let's see another video with another session. It's me, Jamshad. Bye now. Thank you.